ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ ഹക്കായുടെ പാർട്ട് 8 ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ വെജീറ്റ അൾട്രാ ഈഗോ ട്രാൻസ്ഫോർമേഷൻ മാറുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നു. അങ്ങനെ നമ്മുടെ വെജീറ്റ പറയും, എന്റെ സെയ്യൻ വംശത്തെ ഇല്ലാതാക്കിയ നിന്നെ പോലുള്ള ആൾക്കാരെ ഞാൻ വെറുതെ വിടുകയില്ല എന്ന് പറയുന്നു. കൂടാതെ ഞാൻ എന്തായാലും ഈ ഒരു ഫൈറ്റിൽ ജയിച്ചേ പറ്റൂ തുടങ്ങി വെജീറ്റയെ പറ്റിയുള്ള പല കാര്യങ്ങളും ഇവിടെ കൂളറിനോട് പറയാൻ തുടങ്ങുന്നു. അങ്ങനെ ഫൈറ്റിൽ നമ്മുടെ വെജീറ്റ കൂളറിന് നേരെ ഒരു പഞ്ച് കൊടുത്ത് ആ ഒരു കൂളറിന്റെ ഷെല്ലൊക്കെ ക്രാക്ക് ആകാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ കൂളറും പറയാൻ തുടങ്ങുന്നത്, നീ നിന്റെ സെയ്യൻ വംശത്തിലെ പ്രിൻസ് ആണെങ്കിൽ ഞാനും അതുപോലെ തന്നെ പ്രിൻസ് ആണ്. ഞാൻ ജനിക്കുമ്പോൾ തന്നെ എന്റെ ഫാദർ ആയിട്ടുള്ള കിങ് ഗോൾഡിന് എന്റെ ഈ ഒരു പവേഴ്സ് ഒക്കെ പുള്ളിക്കാരന് അറിയായിരുന്നു. അങ്ങനെ ഞാനും വളർന്നു വന്ന് എന്റെ കിങ്ഡത്തിലെ ഒരു പ്രിൻസായി മാറി മെയിൻ ജനറലായി എനിക്ക് തന്നെ ഒരു ആർമി ക്രിയേറ്റ് ചെയ്ത് ഒരു ലീഡറായി മാറി വന്നു. തുടർന്ന് എന്റെ പവേഴ്സ് ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത എന്റെ ഫാദർ ഫ്രീസയെയും ചേർത്ത് എന്നെ പിടിച്ചു വെച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് തോറ്റുപോയത് ഇവരുടെ അടുത്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ കൂളറും പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ ഫൈറ്റിൽ പിന്നെയും നമ്മുടെ വെജീറ്റ പറയാൻ തുടങ്ങും, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിന്റെ കഥ ഇവിടെ തീരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു ഹക്കായ് ബോൾ കൂളറിന്റെ നേരെ വിടുന്നു. അപ്പോഴേക്കും കൂളർ ആ ഒരു ഹക്കായ് ബോൾ പതിയെ തട്ടി മാറ്റി വെജീറ്റയ്ക്ക് നേരെ ഒരു ഫ്ലാഷ് വിടുന്നു. ഇപ്പോൾ നമ്മുടെ കൂളറിനെ നോക്കിക്കഴിഞ്ഞാൽ കൂളറിന്റെ ഫൈനൽ ഫോമും അതുപോലെ തന്നെ ആ ഒരു ഗോൾഡൻ ഫോമും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനിലാണ് ഉള്ളത്. ഇത് നമ്മുടെ ഡ്രാഗൺ ബോൾ ഹീറോസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽ ഈ ഒരു ഗോൾഡൻ ഫോമും ഫൈനൽ ഫോമും മിക്സ് ആയിട്ടുള്ള കൂളറിന്റെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കണ്ടതാണ്. അങ്ങനെ കൂളർ, ഇനി ഞാൻ എന്റെ പ്രൈഡ് എന്താണെന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നമ്മുടെ കൂളറിന്റെ കയ്യിൽ നിന്നും വെജീറ്റ നല്ല രീതിയിൽ അടി വാങ്ങാൻ തുടങ്ങുന്നു. ഈ സമയം നമ്മുടെ വെജീറ്റ ആണെങ്കിൽ ആ ഒരു കൂളറിന്റെ കയ്യിൽ നിന്നും പഞ്ചൊക്കെ ബ്ലോക്ക് ചെയ്ത് കൂളറുമായിട്ട് പിടിച്ചു നിൽക്കാൻ തുടങ്ങും. ഈ സമയത്താണ് നമ്മുടെ വെജീറ്റ കൂളറിനോട് ചോദിക്കുന്നത്, ഓഡോ ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള ഈ ഒരു ടെക്നിക്കിനെ തന്നെ നീ ടഫ് കൊടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി മുന്നേ തന്നെ ആ ഒരു ഫ്രീസയെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നല്ലോ. അപ്പോഴാണ് ഇത് കേട്ട് കൂളർ പറയുന്നത്, ഫ്രീസയേക്കാൾ നാച്ചുറൽ എനർജി കൂടുതലുള്ളത് എനിക്കാണ്. അവൻ ഈ ഒരു ഗോൾഡൻ ഫോം എന്ന ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറാൻ ഒരുപാട് മാസങ്ങൾ എടുത്തിരുന്നു. എന്നാൽ ഞാനാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ മാറുകയും ചെയ്തു. ഇവിടെ എനിക്കാണ് കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് എന്ന് പറയുന്നു. കൂടാതെ ഞാൻ ഇതൊക്കെ അവനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ട്രെയിനിങ് ചെയ്ത് ഇങ്ങനെ പവർഫുൾ ആയത്. അതിനിടയിലാണ് നീ ഇവിടെ വന്നത്. ഇപ്പോൾ എന്റെ പവേഴ്സ് ഒക്കെ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് ഞാൻ ഫ്രീസയെ ഡിഫീറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ വെജീറ്റയോട് കൂളർ പറയാനും തുടങ്ങുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞ് നമ്മുടെ വെജീറ്റ പറയും, ഇതുകൊണ്ടൊന്നും ഞാൻ തോറ്റു പോകുമെന്ന് നീ കരുതണ്ട. ഈ ഒരു അൾട്രാ ഈഗോ ഫോമിന്റെ മുഴുവൻ പവറും ഞാൻ ഇതുവരെ പുറത്തു കൊണ്ടുവന്നിട്ടില്ല എന്നും നമ്മുടെ വെജീറ്റ പറയുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഗോകുവിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഗോകു ഇപ്പോൾ നമ്മുടെ യൂണിവേഴ്സ് 6ന്റെ ഗോഡാണ്. കൂടാതെ ഗോകുവിന്റെ കൂടെ ഇപ്പോൾ കിബുറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറും കൂടാതെ ഇപ്പോഴത്തെ യൂണിവേഴ്സ് 6ന്റെ സുപ്രീം ഗായും ഉണ്ട്. ഇവർ 3 പേരും ഇപ്പോൾ ആ ഒരു ബീസ്റ്റുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അങ്ങനെ ആ ഒരു ബീസ്റ്റിന്റെ ഷെല്ലുള്ള സ്ഥലത്ത് എത്താനാകുമ്പോഴേക്കും നമ്മുടെ ഗോകുവിന് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെയും ഇവിടെ വെജീറ്റയും കൂളറിനെയാണ് കാണിക്കുന്നത്. ഇവരുടെ ഫൈറ്റിലാണെങ്കിൽ അവിടെയുള്ള പ്ലാനറ്റിനൊക്കെ നല്ലൊരു ഇമ്പാക്റ്റ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇവർ രണ്ടുപേരെയും നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ലിമിറ്റിലാണ് ഫൈറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഡ്രാഗൺ ബോൾ സിയില് നമ്മുടെ വെജീറ്റ ഗോകുവിനെ ലോക്ക് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല. അതുപോലെ ഇവിടെ കൂളറിനെ ലോക്കൊക്കെ ചെയ്തു വെച്ച് ഫൈറ്റ് ചെയ്യുകയും കൂടാതെ കൂളറാണെങ്കിൽ തന്റെ കണ്ണിൽ നിന്ന് ഫ്ലാഷ് വിടുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നെയും നമ്മുടെ ഗോകുവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഫൈനലി അവർ ആ ഒരു ബീസ്റ്റിന്റെ ഷെല്ല് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഈ സമയം നമ്മുടെ കിബുറുവും അതുപോലെ സുപ്രീം ഗായും പറയും, ആ ഒരു ഷെല്ല് വേഗം തന്നെ എടുക്കാമെന്ന് പറയുമ്പോൾ ഗോകു അവരെ പെട്ടെന്ന് തന്നെ തടയുന്നു. അങ്ങനെ ഗോകു പറയാൻ തുടങ്ങും, ആ ഒരു ഷെല്ലിന്റെ ഭാഗത്ത് നിന്നും എന്തോ ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ഇവർ 3 പേരും പെട്ടെന്ന് തന്നെ ഒരു ശബ്ദം കേൾക്കുന്നു. ഗോഡോ ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ള നിനക്ക് എന്നെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല, പക്ഷെ നീ എന്നെ കണ്ടുപിടിച്ചു. അപ്പോഴാണ് ആ പറഞ്ഞ സെലസ്റ്റിയൽ മേജിലുള്ള ആ ഒരുത്തൻ ഇവിടെ എത്തിയിട്ടുണ്ടാകും. അപ്പോഴേക്കും നമ്മുടെ ഗോകു പറയും, ഇതാണ് എനിക്ക് എന്തോ ഒന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു, നിന്റെ പേരെന്താണെന്നോ നമ്മുടെ ഗോകു ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സെലസ്റ്റിയൽ മേജിലുള്ള ആ ഒരുത്തൻ പറയും, ഞാനാണ് ഒഡീസോ. കൂടാതെ ഞാനാണ് ഈ ഒരു സെലസ്റ്റിയൽ മേജിലുള്ള ലീഡർ. സെലസ്റ്റിയൽ മേജിലുള്ള ആൾക്കാർ ഓൾറെഡി ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ ലീഡർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അതിനുശേഷം നമ്മുടെ യൂണിവേഴ്സ് 7 ആണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ പിക്കലോ ആണെങ്കിൽ ആകാശത്തൊക്കെ നോക്കുന്ന സമയത്ത് ഇടിമിന്നലും ചുഴലിക്കാറ്റും പോലുള്ള പല സംഭവങ്ങളും ഇവിടെ കാണാൻ തുടങ്ങുന്നു. അങ്ങനെ ഇവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്നതായി നമ്മുടെ പിക്കലോ സെൻസ് ചെയ്തു. ഡെൻഡയുള്ള അല്ലെങ്കിൽ ആ ഒരു കാമയുടെ പ്ലേസിലേക്ക് നമ്മുടെ പിക്കലോ പോകുന്നു. അങ്ങനെ പിക്കലോ അവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ഗോഹാനും ഒരുമിച്ച് അവിടെ എത്തുന്നുണ്ടാകും. അങ്ങനെ പിക്കലോയും നമ്മുടെ ഗോഹാനോട് ചോദിക്കും, നിനക്കും എന്തോ ഒരു പ്രശ്നമുള്ളതായി തോന്നിയല്ലേ? അങ്ങനെ ഈ ഒരു ഡെൻഡയുടെ ഈ ഒരു പ്ലേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡെൻഡയും മാജിൻ ബൂവും ബീറസും എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടാകും. അങ്ങനെ ബീറസിനെ കണ്ട ഉടൻ തന്നെ ഗോഹാൻ അവനോട് ചോദിക്കും, ഈ ക്ലൈമറ്റ് ഒക്കെ മാറാൻ
കാരണം നിങ്ങളാണോ ബീറസ് എന്ന് ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂളറും വെജീറ്റയും തമ്മിലുള്ള ഫൈറ്റ് പോകുന്നില്ലേ. വെജീറ്റ നോക്കിക്കഴിഞ്ഞാൽ അൾട്രാ ഈഗോ ഫോമിലാണ് ഉള്ളത്. കൂടാതെ നമ്മുടെ കൂളർ ആണെങ്കിലും ഗോൾഡൻ ഫോമിൽ ഫൈനൽ ഫോം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷനിലാണ് ഉള്ളത്. കൂടാതെ ഇപ്പോൾ ഇവരുടെ ഫൈറ്റ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ലിമിറ്റിലാണ് പോകുന്നത്. അപ്പോൾ ഇവരുടെ ഫൈറ്റിലുള്ള ഈ ഒരു ഇമ്പാക്റ്റ് ആണ് ഈ ഒരു എർത്തിലുള്ള ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഒക്കെ കാരണം. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഷിൻകായും കിബിറ്റോക്കായും ഇവിടെ വരുന്നത്. എത്തിയ ഉടൻ തന്നെ ബിയറസിനോട് പറയും എങ്ങനെയെങ്കിലും വെജീറ്റയെ തടയണം, ഇവരുടെ ഫൈറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയൊരു ആപത്തുണ്ടാക്കാൻ ചാൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ബിയറസ് പറയും വെജീറ്റ ചെറിയ കുട്ടിയൊന്നുമല്ല, അവൻ എങ്ങനെയാണ് അവന്റെ പവേഴ്സ് കൺട്രോൾ ചെയ്യേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവര് നല്ലതുപോലെ അറിയാം. കൂടാതെ ബിയറസ് പിന്നെയും പറയുന്നുണ്ട് ഇതൊന്നും നോക്കാൻ ഇപ്പോൾ സമയമില്ല, ഇതിനേക്കാൾ വലിയൊരു പ്രശ്നത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ ഗോഹാൻ ചോദിക്കും ശരിക്കും നിങ്ങളിപ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കാനുള്ള കാരണം എന്താണ്? അപ്പോൾ തന്നെ ബിയറസ് പറയും ഇത് എങ്ങനെയാണ് എനിക്ക് പറഞ്ഞു തരേണ്ടത് എന്ന് അറിയില്ല, എല്ലാം ഞാൻ വഴിയെ പറഞ്ഞു തരാമെന്ന് നമ്മുടെ ബിയറസ് ഇവരോട് പറയുന്നു. അപ്പോൾ തന്നെ പിക്കലേക്കും എന്തോ ഒരു വലിയ പ്രശ്നം നടക്കുന്നതായി മനസ്സിലാകുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെയും നമ്മുടെ വെജീറ്റയും കൂളറിനെയാണ് കാണിക്കുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ഫൈറ്റിൽ അവിടെയുള്ള പ്ലാനറ്റ്സിനൊക്കെ നല്ല ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. കൂടാതെ 2 പ്ലാനറ്റ് അവിടെ നശിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഫൈറ്റിൽ നീ മരിക്കുകയെന്ന് പറഞ്ഞ് വെജീറ്റ ഒരു അക്കായ് ബോൾ ക്രിയേറ്റ് ചെയ്ത് കൂളറിന് നേരെ വിടും. കൂളറാണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും അവന്റെ ഒരു കൈ മുഴുവനായും ഇല്ലാതാകും. കൂടാതെ ആ ഒരു കൂളറിന്റെ മാസ്ക് ഒക്കെ നമ്മുടെ വെജീറ്റ പൊട്ടിച്ചു കളയുന്നുമുണ്ട്. എന്നാൽ കൂളറും വെറുതെ വിടുന്നില്ല, വെജീറ്റയുടെ കണ്ണിലൊക്കെ കുത്തി പിന്നെയും ഫൈറ്റ് തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഇവരുടെ രണ്ടുപേരും ഫൈറ്റിൽ ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴേക്കും കൂളറും താഴെ വീഴും, വെജീറ്റയും താഴെ വീഴും. അങ്ങനെ നമ്മുടെ കൂളർ പറയും എല്ലാ പവേഴ്സിനും ഒരു ലിമിറ്റ് ഉണ്ട്, നിന്റെ ലിമിറ്റ് കഴിഞ്ഞു വെജീറ്റ. അപ്പോഴേക്കും വെജീറ്റ പറയും അപ്പോൾ നിനക്കാണോ ലിമിറ്റ് തീരാത്തത്? നിന്റെ ഈ ഒരു ഗോൾഡൻ ഫോമിൽ ഫൈനൽ ഫോം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ എനർജി വേഗം തന്നെ ഡ്രെയിൻ ആകും എന്ന കാര്യം നിനക്ക് അറിയില്ലേ, എന്നിട്ടാണോ നീ എന്നോട് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്നു. അങ്ങനെ കൂളർ പതിയെ എഴുന്നേറ്റ് പറയും എന്റെ എനർജി എല്ലാം തീർന്നു, അതുപോലെ നിന്റെയും. ഇനി നമുക്ക് അവസാനം ഒരു ഫൈനൽ ഷോട്ടിൽ ഇതങ്ങ് തീർത്ത് കളയാമെന്ന് വെജീറ്റയോട് ചോദിക്കും. അപ്പോഴേക്കും വെജീറ്റ പറയും നീ ആ ഫ്രീസയുടെ ബ്രദർ അല്ലേ, എന്തായാലും നിനക്കൊരു സെക്കൻഡ് പ്ലാൻ ഉണ്ടാകും. ഇത് കേട്ട് നമ്മുടെ കൂളർ പറയും ഞാൻ ഫ്രീസയുടെ ബ്രദർ ആണ്, പക്ഷെ ഫ്രീസയെ പോലെയല്ല. അങ്ങനെ രണ്ടുപേരും പവർ അപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അതായത് ഇവർ രണ്ടുപേരും ഒരു ഫൈനലായിട്ട് ഒരു ഫ്ലാഷ് ക്രിയേറ്റ് ചെയ്ത് ആരാണോ അതിൽ വിൻ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നോക്കാമെന്നാണ് രണ്ടുപേരും വിചാരിക്കുന്നത്. അടുത്തത് നമ്മുടെ യൂണിവേഴ്സ് 6 ആണ് കാണിക്കുന്നത്. ഇവിടെ ആ ഒരു സെലസ്റ്റിയൽ മേജിലുള്ള ഒഡിസു എന്ന ക്യാരക്ടറിനോട് ഗോകു ചോദിക്കും നീ ഇവിടെ വന്നിട്ട് കുറെ നാളായതുപോലെ ഉണ്ടല്ലോ. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ഒഡിസു എന്ന ക്യാരക്ടർ പറയും എനിക്ക് ഈ ഒരു ഷെല്ലിനേക്കാൾ നിന്നെയാണ് വേണ്ടത് ഗോകു, നിന്റെ കൂടെ എനിക്ക് ഫൈറ്റ് ചെയ്യണം, കൂടാതെ നിന്റെ പവേഴ്സ് എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിയണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ തന്നെ കിബോറോ പറയും ഗോകു ഇപ്പോൾ ഫൈറ്റ് ഒന്നും ചെയ്യണ്ട, ഫൈറ്റ് ചെയ്താൽ അത് അത്ര നല്ലതായിരിക്കില്ല, നിങ്ങളുടെ ഈ ഒരു ഫൈറ്റിൽ ഇൻകേസ് ഡീമൺ പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരു യൂണിവേഴ്സിന് തന്നെ വലിയ ആപത്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കിബോറോ പറയുന്നു. അപ്പോൾ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ഒരു ഒഡിസു എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ഒരു മാജിക്കൽ സർക്കിൾ ക്രിയേറ്റ് ചെയ്തു ആ ഒരു ഷെല്ലിനെ ഇവിടെ നിന്നും ഇവരുടെ ആ ഒരു സെലസ്റ്റിയൽ മേജുള്ള ആ ഇവരുടെ സ്ഥലമില്ല അവിടേക്ക് എത്തിക്കുന്നു. അങ്ങനെ നമ്മുടെ ഗോകുവിനും സുപ്രീം കൈക്കാണെങ്കിൽ ഈ ഒരു ഷെല്ല് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചില്ല. ഇനി ഏതായാലും ഒഡിസുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് ജയിച്ചേ പറ്റൂ. കിബോറോ ഫൈറ്റ് ചെയ്യണ്ട എന്ന് നമ്മുടെ ഗോകുവിനോട് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സുപ്രീം കായ് ആണെങ്കിൽ ഗോകുവിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഗോകു ഒഡിസുവിനോട് പറയുന്നുണ്ട് നീ നിന്റെ ഫേസ് ആദ്യം കാണിക്കേ, നീ ഇങ്ങനെ ഫേസ് കവർ ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗോകു അവനോട് പറയുന്നു. അങ്ങനെ അതിനുശേഷം ആ ഒരു സെലസ്റ്റിയൽ മേജിന്റെ ഹൈഡൌട്ടിലാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ടൈറയാണെങ്കിൽ ആ ഒരു യൂണിവേഴ്സ് 8ന്റെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനെ ഡിഫീറ്റ് ചെയ്ത് ആ ഒരു ഷെല്ലെടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ ടൈറ പറയും ഞാനാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ജോലിയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോഴേക്കും ഇവരുടെ മുൻപിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു 2 ക്യാരക്ടറും പറയാൻ തുടങ്ങും ഞങ്ങൾക്ക് വിചാരിച്ചതുപോലെ ആ ഒരു ഷെല്ലും കാര്യങ്ങളും എടുക്കാൻ കഴിഞ്ഞില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതായത് നമ്മുടെ ബീറസിന്റെ ആ ഒരു മാസ്റ്ററും അതുപോലെ തന്നെ മറ്റൊരു ക്യാരക്ടറും ഇല്ലേ, അവർ 2 പേരുമാണ് ഇത് പറയുന്നത്. കൂടാതെ നമ്മുടെ യൂണിവേഴ്സ് 11ന്റെ ആ ഒരു ബീസ്റ്റ് പുറത്തു വന്നു എന്ന് പറഞ്ഞില്ലേ, അവരും ഇവിടെ എത്തിയിട്ടുണ്ടാകും. അങ്ങനെ അതിനുശേഷം നമ്മുടെ യൂണിവേഴ്സ് 6 ആണ് കാണിക്കുന്നത്. അങ്ങനെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒഡിസുവിന്റെ ഫേസ് റിവീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എനിക്കും അത് തന്നെ. ഇത് കാണാൻ നമ്മുടെ ഗുജീറ്റയെ പോലെ തന്നെയാണ് ഉള്ളത്. ഇത് കാണാൻ ഗുജീറ്റയെ പോലെ ആണെങ്കിലും ഇത് കറക്റ്റ് ചെയ്യാനാണോ തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇത്ര മാത്രമേ ഉള്ളൂ. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റിൽ ആര് ജയിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാർട്ടുമായി പിന്നെ വരാം.